തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കേരളം ഒന്നടങ്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇനി ദിവസങ്ങൾ മാത്രം. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ സംബന്ധിച്ച ഇത് 4ാം അംഗം. പുനഃസംഘടനയ്ക്ക് ശേഷം 2011 നിലവിൽ വന്ന മണ്ഡലം ഇക്കുറി ആര് പിടിക്കും? തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ ഒരു പടി മുൻപന്തിയിലാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമന. രാഷ്ട്രീയ മുഖമുള്ള തീരദേശ വോട്ടുകൾ നിർണായകമായ കേരള രാഷ്ട്രീയത്തിന്റെ സിരാകേന്ദ്രമായ മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. പുനഃസംഘടനയ്ക്ക് ശേഷം മണ്ഡലം നേരിടാൻ പോകുന്ന 4ാമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. 2011 2016 VS ശിവകുമാറിലൂടെ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം 2021 അതേ ശിവകുമാറിനെ പരാജയപ്പെടുത്തി ജനാധിപത്യ കേരള കോൺഗ്രസിൽ നിന്ന് മത്സരിച്ച് ആന്റണി രാജുവിലൂടെ ഇടതു മണ്ഡലമായി. അതായത് തിരുവനന്തപുരം സെൻട്രൽ 2021 മുതൽ ചുവന്ന് തുടുത്തു. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുധീർ കരമനയും മുന്നോട്ടു പോകുന്നത്. എല്ലാവരുടെ നമുക്ക് വോട്ട് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമുണ്ട്, സന്തോഷമുണ്ട്. അവരുടെ ആവേശമാണ് എന്നെ സംബന്ധിച്ചും കൂടുതലും പ്രചോദനം നൽകുന്നത്. UDFനെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ എന്ന സീറ്റ് ആദ്യമായി ഘടകകക്ഷിക്ക് നൽകിയ തെരഞ്ഞെടുപ്പ്. CMP സ്ഥാനാർത്ഥിയായി CP ജോണാണ് UDFിൽ നിന്നും എത്തുന്നത്. 3 സ്ഥാനാർത്ഥികൾ ഉണ്ട്, 2 സ്ഥാനാർത്ഥികൾ നമുക്കെതിരാണ്. അവര് രണ്ടുപേരും കൂടെ പിടിക്കുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കണം. സെലിബ്രിറ്റികളെ ഇറക്കിക്കളിച്ചിട്ടും വോട്ട് ശതമാനം കൂട്ടാനാവാതെയാണ് BJP തിരുവനന്തപുരം സെൻട്രലിൽ നിൽക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് BJP സ്ഥാനാർത്ഥി. നഗരസഭ പിടിച്ച പ്രതീക്ഷ BJPക്കുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പ്രതിഫലിക്കില്ലെന്ന വാദം തന്നെയാണ് UDF LDF മുന്നണികൾക്ക്. പുനഃസംഘടനയുടെ ഭാഗമായി 2011 നിലവിൽ വന്ന മണ്ഡലമാണ് തിരുവനന്തപുരം സെൻട്രൽ. തിരുവനന്തപുരം സെൻട്രലിനെ സംബന്ധിച്ച് ഇത് 4ാം അംഗം. വലിയ പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തിരുവനന്തപുരത്തിന്റെ ഹൃദയം ഒരു പടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന കാഴ്ചയും കാണാം. ക്യാമറ പേഴ്സൺ അജിത് കുമാറിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.